ഞങ്ങളിന്നൊരു ചെറിയ യാത്രയിലേക്കാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അമ്മമാരൊക്കെ പണ്ട് പറയുമായിരുന്നു നേർച്ചക്കടം കിടക്കാൻ കൊള്ളില്ലാന്ന്. ഇതും അങ്ങനെ കുറച്ച് പഴകിപ്പോയൊരു നേർച്ചക്കടമാണേ. അത് തീർക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുഞ്ഞിന് വേണ്ടി നേർന്നതായിരുന്നു. അന്നേരം കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നെ പോകാൻ പറ്റിയില്ല. ഇപ്പം അതെന്നാൽ പോയി അങ്ങ് തീർത്തേക്കാന്ന് വെച്ചു. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണേ, ഒരു ചേട്ടനെ. എനിക്ക് എന്താണെന്നല്ല മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ക്ലബ് ഷവായിൽ പോയി, മൂവാറ്റുപുഴയുള്ള അവിടുത്തെ മന്തി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്തായാലും അവിടെ പോയി ഷവായിയൊക്കെ കഴിച്ച്, മസാല ഷവായാണ് കഴിച്ചത്. നമുക്കിങ്ങനെ ചെറിയ ചെറിയ സമയമൊക്കെ കിട്ടാറുള്ളൂ ഒന്നിച്ച് കൂടാനൊക്കെ ആയിട്ട്. കാരണം രണ്ടുപേരും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, രാത്രിയിലാണ് ഒന്നിച്ച് പിന്നെ ഞങ്ങൾ കൂടുന്നത്. പുറത്തേക്കൊക്കെ പോകുമ്പോൾ കുറവായിരുന്നു. കുറേ ദിവസം കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നത് കേട്ടോ. എന്തായാലും ഹാപ്പി ആയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയി. അതിൻ്റെ ഇടയ്ക്ക് അവൻ ചുമ്മാ ഇങ്ങനെ തുള്ളിക്കളിച്ച് നടക്കണം കേട്ടോ. കാരണം ഒത്തിരി ആയാലും ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. അതുകൊണ്ട് ഇറങ്ങുകയാണെങ്കിലും നൈറ്റാണ് ഞങ്ങൾ കൂടുതലും പോവാറ്. അപ്പോഴേ സമയം കിട്ടാറുള്ളൂ, അതുകൊണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ടീ കിട്ടും. അടിപൊളി സാധനം കേട്ടോ. പെട്ടെന്ന് കഴിച്ച മന്തിയൊക്കെ അങ്ങോട്ട് ദഹിച്ചോളും. എന്താണെന്ന് വെച്ചാൽ ഒരു ലെമണും അതുപോലെ ഹണിയൊക്കെ കൂടിയിട്ടുള്ള ഒരു തരം ഇതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. വഴി സൈഡിൽ നിന്ന് തന്നെയാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയം മാറ്റി വെച്ച് ഫാമിലിയുടെ ഒപ്പം ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ മനസ്സിന്. അതെന്താണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാനും ഒക്കെ. നിങ്ങളൊക്കെ ഇങ്ങനെയുള്ളവരാണോ? എൻ്റെ സംസാരത്തിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം.